നമുക്കായി ജീവൻ നൽകുന്ന നല്ല ഇടയനായ ഈശോനാഥൻ തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി നൽകി നമ്മളെ ഒരു സക്രാരിയാക്കി മാറ്റുവാൻ സ്ഥാപിക്കുന്ന ആലയങ്ങളാണ് ദേവാലയങ്ങൾ. അങ്ങനെ നമ്മുടെ ദേശത്ത് രാമഞ്ചിറ എന്ന് പറയുന്ന മനോഹരമായ ഭൂമികയിൽ ദൈവം തമ്പുരാൻ ഏറെ നാളത്തെ ജനത്തിൻ്റെ കണ്ണീര് നിറഞ്ഞ പ്രാർത്ഥനകളുടെ ഒടുവിൽ പ്രിയപ്പെട്ട ജോർജ് VS അച്ഛനിലൂടെ അതിമനോഹരമായൊരു ദേവാലയം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിൻ്റെ തുടക്കക്കാരായിരുന്ന പ്രിയപ്പെട്ട സക്രിയാസ് പുഷ്പവിലാസ അച്ഛനും തുറന്നു വന്ന വൈദികരും ഒക്കെയും ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെയും ഹൃദയമർപ്പിച്ച് മുന്നേറുമ്പോഴൊക്കെയും അവരുടെയൊക്കെയും ഒരു സ്വപ്നമായിരുന്നു ഈ ദേവാലയത്തിൻ്റെ പൂർത്തീകരണം എന്നത്. ദൈവം കനിഞ്ഞ് ദേശത്തിന് അനുഗ്രഹമായി ഈ നാടിൻ്റെ വെളിച്ചമായി ഒരു ദേവാലയത്തെ നൽകിയിരിക്കുന്നു. അതിമനോഹരമായ ദൃശ്യഭംഗിയാൽ അനുഗ്രഹീതമാണ് രാമഞ്ചിറ എന്ന് പറയുന്ന പ്രദേശം. തുടികൊട്ടുന്ന കാവുകളും നിരന്തരം ചലിക്കുന്ന മനുഷ്യഹൃദയങ്ങളുടെ ഭക്തസാന്ദ്രമായ ചലനങ്ങളും ജീവിത വഴിത്താരകളിൽ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഭക്തമാനസങ്ങളും ഒക്കെയും കൂടിച്ചേരുന്ന അതിമനോഹരമായ ഒരു പ്രദേശം. താരതമ്യേന ചെറിയ ഒരു പള്ളി എന്ന് പറയുമ്പോൾ അംഗബലത്തിലാണെങ്കിൽ ചെറിയൊരു പള്ളിയാണ് രാമഞ്ചിറ. പക്ഷേ ആത്മീയമായ ഉണർവിൽ വളരെയധികം ശ്രേഷ്ഠമായി നിലകൊള്ളുന്ന ഈ ദേവാലയം എന്നും ദിശാബോധം നൽകി ആയിരിക്കുന്നു. ഭാരതത്തിൻ്റെ വലിയ സ്നേഹം, ആ സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മേഖല കൂടിയാണ് ഈ ഭൂമിക. ഇത് ദേവാലയത്തിൻ്റെ തൊട്ട് അരികിലായിട്ട് ഒരു ക്ഷേത്രം നിലകൊള്ളുന്നു. ഈ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒക്കെയും വലിയ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെയും കഴിയുന്നു. തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു വലിയ നന്മയാണ്. ആ നന്മയിൽ ഊട്ടിയുറപ്പിക്കുമ്പോൾ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് ഈ സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടും ഒക്കെയും എപ്പോഴും അത് പ്രകടിപ്പിക്കുന്നു. ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പാവനായ ഈ ആട്ടിടയൻ്റെ അരികിലേക്ക് അടയാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളും ഭാരങ്ങളും പ്രയാസങ്ങളും പാവങ്ങളായ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നു. അവിടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ദിവ്യമായ അൾത്താരയിൽ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന ഉള്ള വെളിപ്പെടുത്തൽ ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നൽകുമ്പോൾ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നൊരു വചനമുണ്ട്: ഞാനൊരു നാളും നിന്നെ അനാഥമായി വിടുകയില്ല. ഈ വരും ദിനങ്ങളിൽ ശനി ഞായർ തുടങ്ങിയ ദിനങ്ങളിലായി കൂദാശ ചെയ്യപ്പെടുന്ന ഈ ദേവാലയം ഈ ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സേവനം ചെയ്ത അനേകം വൈദികർ, പ്രിയപ്പെട്ട ജോയ്സ് അച്ഛനാണ് ഈ ദേവാലയത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഈ ദേവാലയത്തിന് വേണ്ടി യത്നിച്ചിട്ടുള്ള ഒരു വ്യക്തി. മാറിയനൂസ് പിതാവ് നേരിട്ട് സ്ഥാപിച്ച ഒരു പള്ളിയായിരുന്നു ഇതിലത്തെ പഴയ പള്ളി. അങ്ങനെ എല്ലാം കൊണ്ടും പ്രചുരമയാർന്ന ഒരു ദേവാലയമാണ് ഇത്. ഇന്ന് അനേകം വൈദികർ ഇവിടേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ തകർന്നു പോകുമ്പോഴും തളർന്നു പോകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോഴും നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ കണ്ടുമുട്ടുക ഈ അൾത്താരയിലാണ്. ഈ നാടിൻ്റെ സൗന്ദര്യം നമ്മുടെ ഹൃദയങ്ങളിലേക്കും ആവാഹിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രകൃതിയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ദേവാലയ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം. ദൈവം നൽകിയ നന്മകൾക്ക് പകരമായി എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവം നൽകിയ നന്മകൾക്ക് പകരമായി എന്ത് നൽകും? ഈ ദേവാലയത്തിൽ കൂടി വരുന്ന എല്ലാ മക്കളും ഹൃദയം തുറന്ന് ദൈവത്തോട് ചേർന്നുകൊണ്ട് കരിഞ്ഞുപോയ അവരുടെ ജീവിതങ്ങൾക്ക് ദിശാബോധം നൽകുന്ന ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് പുതുസൃഷ്ടികളാകുക ദൈവത്തിൻ്റെ ആത്മാവ് സർവരിലും പ്രവർത്തിക്കട്ടെ.